ഇന്ന് നമ്മുടേത് ഒരല്പം വ്യത്യസ്തമായ വീഡിയോ ആണ്. തീർച്ചയായും ചിലരെങ്കിലും ഈ ഒരു അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇപ്പോൾ ലോകം മുഴുവനും ശ്രദ്ധിക്കുന്ന വലിയ സംഘർഷമാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധാവസ്ഥ. ഇസ്രായേൽ എന്നത് മിഡിൽ ഈസ്റ്റിലുള്ള ഒരു രാജ്യം, ഇറാൻ അതിന്റെ അടുത്തുള്ള മറ്റൊരു ശക്തമായ രാജ്യം. വർഷങ്ങളായി ഇവർക്കിടയിൽ രഹസ്യമായ സംഘർഷങ്ങളും പരസ്പര ഭീഷണികളും തുടരുന്നുണ്ട്. ഇസ്രായേൽ പറയുന്നത് ഇറാൻ ആണവായുധ പദ്ധതികളിലൂടെ പ്രദേശത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നാണ്. ഇറാൻ പറയുന്നത് ഇസ്രായേലാണ് ആക്രമണം ആരംഭിച്ചത് എന്നും അവർ സ്വയം പ്രതിരോധം നടത്തുകയാണെന്നും. ഇപ്പോഴത്തെ സംഭവങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളും പറയുന്നു. ഇതിൽ ഇറാനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചതായും വിവരങ്ങൾ പുറത്തുവരുന്നു. ഈ ആക്രമണങ്ങളിലൂടെയാണ് വലിയ ആശയക്കുഴപ്പം ആരംഭിച്ചിരിക്കുന്നത്. കാരണം ഇറാന്റെ സുപ്രീം ലീഡറായ അലി ഖമേനി കൊല്ലപ്പെട്ടിരിക്കാം എന്നുള്ളതാണ് വാർത്ത. ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. പക്ഷെ ഇറാൻ അത് നിഷേധിച്ചു. ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കാമെന്ന് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇറാൻ ഔദ്യോഗികമായി ഇത് നിഷേധിക്കുന്നു. അദ്ദേഹം ജീവനോടെയുണ്ട്. മരണവാർത്തകൾ മാനസിക യുദ്ധത്തിന്റെ ഭാഗമാണ് എന്നാണ് ഇറാന്റെ നിലപാട്. ഇതുവരെയും വ്യക്തമായ വീഡിയോ തെളിവോ അന്തിമ പ്രസ്താവനയോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല. അപ്പോ ഇപ്പോഴത്തെ അവസ്ഥ, വാർത്തകൾ പല ദിശകളിലായി വരുന്നുണ്ടെങ്കിലും ഉറപ്പായ സ്ഥിരീകരണം വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹം ജീവനോടെ ഉണ്ടോ, അല്ലെങ്കിൽ സത്യത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടോ? ഈ വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള മുഴുവൻ പശ്ചാത്തലവും ഇപ്പോഴുള്ള ഏറ്റവും പുതിയ വിവരങ്ങളും അറിയാം. ഇറാൻ മുൻപ് പറഞ്ഞത് അവരുടെ സുപ്രീം ലീഡർ അലി ഖമേനി നേരിട്ട് ജനങ്ങളോട് സംസാരിക്കും എന്നായിരുന്നു. എന്നാൽ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം സംപ്രേഷണം ചെയ്യില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. ഇതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഓരോ ഓപ്പറേഷൻ കഴിയുമ്പോഴും വീഡിയോ സന്ദേശം നൽകി വരികയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അലി ഖമേനി ഏറ്റവും സാധ്യതയോടെ കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ്. അദ്ദേഹം ശരിക്കും മരിച്ചോ എന്ന ചോദ്യത്തിന് അവസാനം പുറത്തുവന്ന മറുപടി, അതെ, അദ്ദേഹം മരിച്ചു, മൃതദേഹം കണ്ടെത്തി, അതിന്റെ വീഡിയോ നെതന്യാഹു കാണിച്ചുവെന്നും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരേ സമയം നിരവധി ആക്രമണങ്ങൾ നടന്നുവെന്നതാണ് വിവരം. ഇറാനിൽ 500 ലൊക്കേഷനുകൾക്ക് നേരെ ഏകദേശം 200 ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് കൃത്യമായ ആക്രമണം നടത്തിയിട്ടുണ്ട്. അലി ഖമേനി താമസിച്ചിരുന്ന കോംപ്ലക്സിൽ മാത്രം 30 ബോംബുകൾ ഇടുകയുണ്ടായി എന്നും പറയുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ അദ്ദേഹം ജീവനോടിരിക്കുമോ എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ചോദ്യം. ഇതിനു മുൻപ് ഇറാൻ തന്നെ സ്ഥിരീകരിച്ചത് അലി ഖമേനിയുടെ മരുമകനും മരുമകളുമാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്ന്. അതായത് കുടുംബാംഗങ്ങളിൽ പലരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. എല്ലാം കൂടി നോക്കുമ്പോൾ പ്രധാന ലക്ഷ്യം അലി ഖമേനി തന്നെയായിരുന്നു എന്നത് വ്യക്തമാണ്. എന്നാൽ ഇറാൻ പറയുന്നത് അദ്ദേഹം മരിച്ചിട്ടില്ല, ഉടൻ തന്നെ പ്രസംഗം നടത്തുമെന്നാണ്. അതുകൊണ്ട് ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. ലോകം മുഴുവനും കാത്തിരുന്നത് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയായിരുന്നു. ഇറാന്റെ സുപ്രീം ലീഡർ അലി ഖമേനി നേരിട്ട് വന്ന് ഞാൻ ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ഒരു വീഡിയോ. അറബ് രാജ്യങ്ങളായാലും ഇറാനുമായി സൗഹൃദമുള്ള രാജ്യങ്ങളായാലും ഇസ്രായേലിന്റെ കൂട്ടാളികളായാലും അമേരിക്ക ആയാലും എല്ലാവരും കാത്തിരുന്നത് അതേ കാര്യത്തിന് വേണ്ടിയായിരുന്നു. പക്ഷെ അവസാനം സംഭവിച്ചത് എന്താണെന്നറിയണ്ടേ? ഇറാന്റെ സംസ്കാര മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് കൾച്ചർ അപ്രതീക്ഷിതമായ ഒരു അറിയിപ്പ് നൽകി, ഖമേനിയുടെ പ്രസംഗം റദ്ദാക്കിയെന്ന്. ഇവിടെ വലിയൊരു സംശയം ഉണ്ടായിരുന്നു. ലോകം മുഴുവനും ശ്രദ്ധിക്കുന്ന ഈ സമയത്ത് ഒരു സുപ്രീം ലീഡറുടെ പ്രസംഗം ഇങ്ങനെ പെട്ടെന്ന് റദ്ദാക്കുമോ? അദ്ദേഹം ശരിക്കും ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ജനങ്ങൾക്ക് മുൻപിൽ എത്തി സംസാരിക്കുമായിരുന്നില്ലേ? കാരണം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം പോലും ഇറാനിലെ സൈന്യത്തിനും IRGC സേനയ്ക്കും വലിയ ആത്മവിശ്വാസം നൽകും. നമ്മുടെ നേതാവ് ജീവനോടെ ഉണ്ട് എന്നൊരു സന്ദേശം തന്നെ അവർക്ക് ശക്തി നൽകും. ഇതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു, ഖമേനി മരിച്ചിരിക്കാനുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്, പക്ഷേ മൃതദേഹം ഞാൻ കണ്ടിട്ടില്ല, അതിനാൽ സ്ഥിരീകരിക്കാനാകില്ല എന്ന്. ഇറാനിലെ സൈന്യത്തിനും IRGC സേനയ്ക്കും വലിയ ആത്മവിശ്വാസം നൽകും. നമ്മുടെ നേതാവ് ജീവനോടെ ഉണ്ട് എന്നൊരു സന്ദേശം തന്നെ അവർക്ക് ശക്തി നൽകും. ഇതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു, ഖമേനി മരിച്ചിരിക്കാനുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്, പക്ഷേ മൃതദേഹം ഞാൻ കണ്ടിട്ടില്ല, അതിനാൽ സ്ഥിരീകരിക്കാനാകില്ല എന്ന്. അത് കഴിഞ്ഞ് അല്പസമയത്തിനുള്ളിൽ ചില പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഖമേനിയുടെ മൃതദേഹം അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കണ്ടെത്തിയതായി. ആ വീഡിയോ തെളിവ് നെതന്യാഹുവിന് കാണിച്ചുവെന്നും അദ്ദേഹം അത് സ്ഥിരീകരിച്ചുവെന്ന് വാർത്തകൾ പറയുന്നു. ഇതിനിടെ ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യ, ഖത്തർ, UAE ഈ രാജ്യങ്ങളുമായൊക്കെ നാറ്റോയുമായും സംസാരിച്ചിട്ടുണ്ട്. ഇവരോടൊക്കെ പറഞ്ഞത് ഖമേനി മരിച്ചിരിക്കാം, അതിനാൽ ഇനി എന്ത് പ്രതികരണം വരുമെന്ന് അറിയില്ല, ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന രീതിയിൽ നയതന്ത്ര ചർച്ചകൾ നടന്നു എന്നാണ് വിവരം.
അതേസമയം ഖമേനിയുടെ മരുമകനും മരുമകളും കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ തന്നെ മുൻപ് സ്ഥിരീകരിച്ചിരുന്നു. അതിന് പിന്നാലെ ആ കോംപ്ലക്സിൽ മാത്രം 30 ബോംബുകൾ വീശിയിരുന്നു. ഇതെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ സംശയങ്ങൾ കൂടുതലും ശക്തമാവുകയാണ്. പക്ഷേ ഔദ്യോഗികവും വ്യക്തവുമായ സ്ഥിരീകരണം വരുന്നതുവരെ ലോകം കാത്തിരിക്കുകയാണ്. ആ നേതാവിന്റെ കോംപ്ലക്സിൽ മാത്രം 30 ബോംബുകൾ വീശിയെന്ന് ഇസ്രായേൽ പറഞ്ഞതോടെയാണ് ഈ മരണം സംബന്ധിച്ച വാർത്തകൾ കൂടുതൽ ഗൗരവമായി മാറിയത്. ഇതോടെ അമേരിക്ക എന്ത് ചെയ്തുവെന്ന് അറിയണ്ടേ? അമേരിക്ക ലോകമെമ്പാടുമുള്ള അവരുടെ പൗരന്മാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകി. സാഹചര്യം അതീവ അപകടകരമാണല്ലോ. അമേരിക്കൻ പൗരന്മാർ ലക്ഷ്യമാകാൻ സാധ്യതയുണ്ട്. ഇറാനെ പിന്തുണയ്ക്കുന്നവരായാലും ഇറാന് വേണ്ടി പ്രതികാരം ചെയ്യാൻ തയ്യാറായ സംഘങ്ങളായാലും ഏത് രാജ്യത്തും ഏത് സമയത്തും അമേരിക്കക്കെതിരെ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്നൊരു ആശങ്ക ഉയരുന്നു. അതിനാൽ കൂടുതൽ ജാഗ്രത പാലിക്കുക എന്ന ഒരു ലോകവ്യാപക മുന്നറിയിപ്പ് അമേരിക്ക നൽകി. ഈ മുന്നറിയിപ്പ് പുറത്തിറങ്ങിയതിന് പിന്നാലെ ഇന്റർനെറ്റിൽ വലിയ രീതിയിൽ ഒരു വാർത്ത പടർന്നു. ഖമേനി മരിച്ചിരിക്കാം എന്ന സംശയം ശക്തമായി. അദ്ദേഹം ശരിക്കും മരിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ചില ദിവസങ്ങൾ ലോകം മുഴുവനും സംഘർഷഭരിതമായിരിക്കും. പ്രത്യേകിച്ച് അമേരിക്കക്കാർ കൂടുതൽ സുരക്ഷിതമായ ഇടങ്ങളിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടാകാമെന്നാണ് വിലയിരുത്തൽ. ഇതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടെ പുറത്തു വന്നു. ഇറാനിൽ ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ട് ചെയ്തതായി. എന്തുകൊണ്ട് ഇന്റർനെറ്റ് നിർത്തണം? കാരണം ഖമേനിക്കെതിരെ ഇറാനുള്ളിൽ തന്നെ മുൻപ് പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഡെഡ് ടു ഖമേനി എന്ന മുദ്രാവാക്യങ്ങളുമായി ആളുകൾ പ്രതിഷേധിച്ചതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്ന ആരോപണങ്ങൾ മുൻപ് ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഖമേനി മരിച്ചുവെന്ന വാർത്ത ശരിയായാൽ ഒരു വിഭാഗം ആളുകൾ അത് ആഘോഷിക്കാൻ തെരുവിലിറങ്ങാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു വിഭാഗം അദ്ദേഹത്തിന്റെ അനുകൂലികൾ വലിയൊരു കൂട്ടമായി ഒന്നിക്കാനും സാധ്യതയുണ്ട്. ഈ രണ്ട് സാഹചര്യങ്ങളും കലാപത്തിലേക്ക് നയിക്കാതിരിക്കാൻ ഇന്റർനെറ്റ് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുള്ളതായിരിക്കാം എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിനിടെ ഖമേനിക്ക് ശേഷം ആരായിരിക്കും ഇറാന്റെ അടുത്ത നേതാവ് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. വിവിധ രാജ്യങ്ങളുടെ ഇന്റലിജൻസ് ഏജൻസികൾ ഇതിനെക്കുറിച്ച് വിലയിരുത്തലുകളും നടത്തുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, അടുത്ത നേതാവ് ആരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് ഇസ്രായേൽ വീണ്ടും ആക്രമണത്തിന് തയ്യാറാകാം. ഇപ്പോൾ ഇസ്രായേൽ 2ാം ഘട്ട ആക്രമണം, ഒരു സെക്കൻഡ് വേവ് ഓഫ് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇറാൻ ഇതുവരെയും വലിയ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല എന്ന് വിവരങ്ങൾ പറയുന്നു. സാഹചര്യം അതീവ ഉത്കണ്ഠാജനകമാണ്. ലോകം മുഴുവനും അടുത്ത ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇറാൻ നടത്തിയ പുതിയ ആക്രമണം അത് ബഹ്റൈൻ ഭാഗത്തേക്കാണ് ലക്ഷ്യം വെച്ചത്. പ്രത്യേകിച്ച് ബഹ്റൈനിലുള്ള അമേരിക്കൻ നാവികസേന താവളത്തെയാണ് പ്രധാനമായും ലക്ഷ്യം വെച്ചത്. പക്ഷെ ഇതുവരെ ഇറാൻ നേരിട്ട് ഇസ്രായേലിനെതിരെ ഒരു ദൂരപരിധിയുള്ള മിസൈൽ ആക്രമണം നടത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് അതുണ്ടാകാത്തത് എന്ന കാര്യത്തിലും വ്യക്തമായ വിശദീകരണം ഇറാൻ നൽകിയിട്ടില്ല. മുൻപ് ഇറാൻ പറഞ്ഞത് പഴയ മിസൈൽ സ്റ്റോക്കാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്, ഞങ്ങളുടെ പുതിയ ആയുധങ്ങൾ ലോകത്തിന് തീർച്ചയായും അതിശയകരമാകുമെന്ന്. ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ പുറമെ കാണുന്നതിലേറെ വലിയ എന്തോ സംഭവിച്ചിരിക്കാമെന്ന സംശയം വരുന്നുണ്ട്. ഈ വാർത്തകൾ ശരിയാണെങ്കിൽ ഇറാന്റെ അടുത്ത നീക്കം എന്താകും? സൈനികമായി അമേരിക്കയ്ക്ക് ഇറാനെ ശക്തമായി നേരിടാൻ കഴിയുമെന്ന വിലയിരുത്തൽ പലർക്കുമുണ്ട്. എന്നാൽ ഇറാൻ പുതിയൊരു നേതാവിനെ തിരഞ്ഞെടുത്താൽ ആ നേതാവിന്റെ തീരുമാനങ്ങളെ രാജ്യവും IRGCയും അംഗീകരിക്കുമോ എന്നുള്ളതും മറ്റൊരു വലിയ ചോദ്യമാണ്. അത് സ്ഥിരതയിലേക്ക് എത്താൻ വർഷങ്ങൾ വേണ്ടി വരുമോ, അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ ഭരണക്രമം പൂർണ്ണമായും മാറുമോ? ഈ ഒരു ആശങ്കയുണ്ട്. അമേരിക്കയ്ക്ക് തങ്ങൾക്ക് അനുകൂലമായ ഒരു ഭരണകൂടം ഇറാനിൽ വരണമെന്ന ആഗ്രഹം ഉണ്ടാകാമെന്ന വിലയിരുത്തലുകളും ചില വിശകലനങ്ങളിൽ ഉയരുന്നുണ്ട്. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അലി ഖമേനി മരിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അദ്ദേഹം സ്വയം വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുക. എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ട സാഹചര്യമാണിത്. പക്ഷെ ഒരു കാര്യത്തിൽ സംശയമില്ല, ലോകം ഇപ്പോൾ അതീവ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ട ഘട്ടത്തിലാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇതൊരു രാജ്യത്തിന്റെയോ ഒരു നേതാവിന്റെയോ വിഷയം മാത്രമല്ല. ഇത് മിഡിൽ ഈസ്റ്റ് മേഖലയുടെയും അതിലൂടെ ലോക സമാധാനത്തിന്റെയും ഭാവിയെ ബാധിക്കുന്ന ഒരു വലിയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ അഭ്യൂഹങ്ങളെ വിശ്വസിക്കാതെ ഔദ്യോഗിക വിവരങ്ങളെ മാത്രം ആശ്രയിക്കുക. ഭയപ്പെടേണ്ട സാഹചര്യമല്ല, പക്ഷേ ജാഗ്രത ആവശ്യമുള്ളൊരു സമയമാണ്. അടുത്ത അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.